അതും നീ ചോദിച്ചിട്ട് ഞാൻ വാങ്ങി തന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രണയത്തിന് പിന്നെ എന്ത് വിലയുള്ള ഡാർലിംഗ്. ടേക്ക് ഇറ്റ്. അയ്യോ വൈക്കോൽ വണ്ടി, ഈ പറോട്ടന്റെ വയറെ നിറയ്ക്കാൻ പറ്റും. പക്ഷെ നീ പറഞ്ഞത് എന്റെ മനസ്സ് നിറച്ചു. ആണോ? നിന്റെ മനസ്സ് എവിടെ ഇരിക്കുന്നു? ദേ ഇവിടെ ഇരിക്കുന്നെ. ഗ്രാമത്തിൽ എപ്പ വരും ചോദിച്ചോണ്ടിരുന്നില്ലേ? ഇത് കണ്ടോ? ഇതാണ് എന്റെ ഗ്രാമം, കോടനാട്. എങ്ങനെയുണ്ട്? ദേ അത് കണ്ടോ? അതാ എന്റെ വീട്. അത് എന്റെ മുത്തച്ഛൻ ജോലി ചെയ്യുന്ന ഫാക്ടറി. അപ്പൊ ശരി, ഏതായാലും നാട്ടിലെത്തിയില്ലേ, നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയി നിന്റെ മുത്തച്ഛനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങിത്താ. വാ. എന്താ ഒരു മടി? അതെന്താന്ന് വെച്ചാ 2 ദിവസമായില്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്. ഇപ്പൊ നിന്റെ കൂടെ ചെന്ന മുത്തച്ഛൻ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. എന്നെ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കൊച്ചുമോള് തന്നെ ഒരു അടിപൊളി ചെക്കനെ കണ്ടുപിടിച്ചില്ലേ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് ഫസ്റ്റ് നൈറ്റ് നടത്തി കൊടുക്കാന്ന് വിചാരിക്കും. എന്താ ഇത്? എപ്പ നോക്കിയാലും ഫസ്റ്റ് നൈറ്റ് എന്നുള്ള ചിന്തയുള്ളൂ. അത് പിന്നെ പ്രായമല്ലേ ചക്കരേ. അതെന്തെങ്കിലും ആകട്ടെ, ഞാൻ നിന്നെ എങ്ങനെ മുത്തച്ഛന്റെ അടുത്ത് കൊണ്ടുപോകും? നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നിന്റെ മുത്തച്ഛൻ ആരാണ്, കാണാൻ എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. കൃഷ്ണ, ഗോവിന്ദ, ഗോപാല, അങ്ങോട്ട് നോക്ക, അതാ എന്റെ മുത്തച്ഛൻ. എന്റെ കൊച്ചുമോളെ 2 ദിവസമായിട്ട് കാണാനില്ല, കണ്ടുപിടിച്ചു തരണം കൃഷ്ണ. എവിടെ? ദേ ആ അമ്പലത്തിന്റെ മുന്നില്. കൃഷ്ണ, പ്രസാദം കഴിക്കേ കൃഷ്ണ. നെറ്റിയില് ഭസ്മം, കയ്യില് സഞ്ചി, ആ പൊട്ടനാണോ? ദേ നോക്ക്, എന്റെ മുത്തച്ഛന് പൊട്ടൻ എന്നൊക്കെ പറഞ്ഞാ എനിക്ക് നല്ല ദേഷ്യം വരും. സോറിയാ, ദ ഗ്രേറ്റ് ജെന്റിൽമാൻ പൊട്ടൻ. അതെ. കൃഷ്ണ, 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 നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന എനിക്കിനി എന്നാണ് ദർശനം തരാൻ പോകുന്നത് കൃഷ്ണ? കൃഷ്ണ, 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 എല്ലാം നിന്റെ മായാജാലങ്ങൾ. മായാജാലമൊന്നുമല്ല ഭക്ത. ഇത്രയും കാലം ഒരു ശാപം കെട്ടി പശുവായിട്ട് ജീവിച്ചു. ഇന്ന് നിന്റെ കൈകൊണ്ട് പ്രസാദം തന്നതും ശാപമോക്ഷം കെട്ടി മനുഷ്യനായിട്ട് മാറി. കൃഷ്ണ, ഡോണ്ട് വറി മൈ സൺ. അവസാനമായിട്ടൊന്ന് അലറി നോക്കിയതാ. ആട്ടെ, ഒരു ശാപോട്ടെന്ന് പറഞ്ഞല്ലോ, അതാ മനസ്സിലാകാത്തത്. കഴിഞ്ഞ ജന്മത്തില് ഒരു മുനിയുടെ വീട്ടില് സെർവന്റ് ആയിരുന്നു ഈ ഞാൻ. സെർവന്റാ? ഇടയ്ക്ക് കയറല ഞാൻ മറന്നുപോകും. ജോലിക്കാരൻ. അതെ, ജോലിക്കാരൻ. എന്താ ജോലി? ഈ കമണ്ടലങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കുന്നു, തുടച്ചു വെക്കുന്നത്, പിന്നെ പുലിത്തോലെല്ലാം ഡ്രൈ വാഷ് ചെയ്യുന്നത്, അലക്കി വെക്കുന്നത്. ഇങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ആ മുനിയുടെ ഭാര്യ മുരിങ്ങക്ക കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി. ശരി. അപ്പൊ ഈ മുനിയുടെ ഭാര്യമാരും ഒക്കെ മുരിങ്ങക്ക സാമ്പാർ വെച്ചു. പക്ഷെ അത് ചീത്തയായി പോയി. ഞാൻ വിചാരിച്ചു ചീത്തയാവുമെന്ന്. ചീത്തയായ സാമ്പാർ ഞാൻ എടുത്ത് പുല്ലിന്റെ മീതെ ഒഴിച്ചു. അതാ മുനി വന്ന് കണ്ടു. എന്തിനാ നീ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. അതിന് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? ചീത്തയായ സാമ്പാർ നമ്മൾ കഴിച്ചാൽ വയറിളകില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ന്യായമാണല്ലോ. അതിന് അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? പുല്ലിൽ ഒഴിച്ചില്ലേ, ആ പുല്ല് പശു തിന്ന ആ പശുവിനും വയറിളകില്ലേ എന്ന് ചോദിച്ചു. എന്ത് വിനയമാണ് നോക്കിയേ. അപ്പൊ ഞാൻ ചോദിച്ചു, അത് പശുവല്ലേ, വയറിളകിൽ എന്താ കുഴപ്പമെന്ന്. അത് കേട്ടത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. നീ ജീവിതകാലം മുഴുവൻ പുല്ല് തിന്നുന്ന പശുവായി മാറട്ടെ എന്ന് എന്നെ ശപിച്ചു. അങ്ങനെ ഞാൻ പശുവായിട്ട് മാറി. അതിരിക്കട്ടെ, ഇതിന് ശാപമോക്ഷം ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, തോക്കിക്കറി വെടിവെക്കില്ലേ. മുനി പറയാതിരിക്കുമെന്ന് ഞാൻ ഭയന്നു. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ, നീ നേരെ കോടനാട്ടിലേക്ക് പോ. അവിടെ ശിവശങ്കരൻ നായർ എന്നൊരു പൊട്ടനുണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് നീ പോയി 1 വർഷം സെർവന്റ് ആയിട്ട് ജോലി ചെയ്യും. ആ 1 വർഷത്തിന് ശേഷം കൃഷ്ണ ജയന്തി വരും. അന്ന് ഭക്തന്റെ കൈ നിന്റെ ശരീരത്തിൽ തൊടും. അന്ന് നീ മനുഷ്യനായി മാറുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു. അതേപോലെ തന്നെ ആ ഭക്തന്റെ കൈ എന്റെ ശരീരത്തിൽ തൊട്ടു, ഞാൻ മനുഷ്യനായി മാറുകയും ചെയ്തു. ഇതൊന്ന് അയച്ചുതരാമോ? മുകളിലേക്കാണോ താഴേക്കാണോ? അങ്ങയുടെ ഇഷ്ടം. മുകളിലാ സൗകര്യം. വരൂ കൃഷ്ണ, വാ. ഈ വീട്ടിൽ അങ്ങയുടെ പാദം പതിയാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്. ഇതാ ഈ ഭക്തന്റെ കുടിൽ. വത്സ, കൃഷ്ണ, ഇതെന്റെ കണ്ണിന് കുടിലായിട്ടല്ല, ഗോകുലമായിട്ടാണ് തോന്നുന്നത്. എല്ലാം അവിടുത്തെ അനുഗ്രഹം. കൃഷ്ണ, ഇപ്പോഴല്ലേ അങ്ങ് അകത്തേക്ക് വന്നത്, പിന്നെ ഈ പാദങ്ങൾ എങ്ങനെ വന്നു? മുത്തശ്ശ, അത് ഞാൻ വരച്ചതാ. രാധേ മോളെ, നീയപ്പോ വന്നു? അത് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. കൃഷ്ണ, നിനക്ക് ഇഷ്ടമുള്ളവർ നീ കൈവിടില്ലെന്ന് ഇപ്പൊ തെളിയിച്ചു. അതല്ലേ 2 ദിവസമായിട്ട് കാണാതെ പോയി എന്റെ കൊച്ചുമോളെ കിട്ടിയത്. ഇങ്ങനെ ലീലകൾ ഒന്നൊന്നായി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ലീലകൾ കാണുമ്പോ എന്റെ രോമം പുല്ലുപോലെ എഴുന്നേക്കുന്നു. കൃഷ്ണ, പുല്ലിന്റെ കാര്യം പറഞ്ഞോണ്ടല്ലോ, ഞാനിപ്പോ മേയാൻ തുടങ്ങും. വേണ്ട വേണ്ട. രാധേ, നിനക്ക് ആരെന്ന് മനസ്സിലായോ? കൃഷ്ണൻ, സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ. അനുഗ്രഹം വാങ്ങിച്ചോ മോളെ. മുത്തശ്ശ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെയൊക്കെ കൃഷ്ണോ രാമോന്നൊക്കെ
ഈ നാട്ടിലെല്ലാരും മുത്തശ്ശൻ മണ്ടനാണെന്ന് കരുതും. എന്നെ മണ്ടനെന്ന് കരുതിയാലും ശരി, മാങ്ങ എന്ന് കരുതിയാലും ശരി, എനിക്ക് ഒരു കുഴപ്പമില്ല. യഥാർത്ഥ ഭക്തന്റെ മുന്നില് ഭഗവാൻ പ്രത്യക്ഷപ്പെടൂ. ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെന്നാൽ ഞാൻ എന്റെ കൃഷ്ണന്റെ യഥാർത്ഥ ഭക്തനാണ്. ഞാനിത് വിശ്വസിക്കില്ല. ഏതോ ഒരുത്തൻ വന്ന് എന്തൊക്കെയോ പറയുന്നു, അത് കേട്ട് വിശ്വസിക്കാൻ മുത്തശ്ശനും. ഭക്ത, കൃഷ്ണ, എന്റെ വില ഭക്തന്റെ കൊച്ചുമകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അലവലാതി, ഫ്രോഡ്, തെണ്ടി എന്നൊക്കെയുള്ള സഭ്യമല്ലാത്ത വാക്കുകൾ കൊണ്ട് എന്നെ അപമാനിക്കുന്നു. ഞാൻ പുറപ്പെടുന്നു. വേണ്ട കൃഷ്ണ, ഞാൻ പോകാൻ അനുവദിക്കില്ല. കൃഷ്ണൻ ഞാൻ പോകാൻ സമ്മതിക്കില്ല. അറിവില്ല പൈതൽ എന്തോ പറഞ്ഞു, അതിന് ഞാൻ കൃഷ്ണനോട് ക്ഷമ ചോദിക്കുന്നു. താങ്കളുടെ ഭക്തരിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞിരുന്ന് എന്നെ കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ടാണ് അലവരാതി എന്ന് പറഞ്ഞു പോയത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അത് സല്ലാപത്തിന് പകരമാണ്. അതായത് ഗോകുലത്തിൽ രാധയുമായിട്ട് കൃഷ്ണൻ സല്ലപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറങ്ങിയ സന്തോഷകരമായ വാക്കാണ്. അതാണ് മനസ്സിലാകാത്തത്. കൃഷ്ണ, എന്തിനാണ് ഈ മൗനം? ഞങ്ങൾ മൗനമായിട്ട് ഉരിയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഭക്തന് മനസ്സിലാവില്ല. താഴെ കണ്ടിന്യൂ ചെയ്യ്. കൃഷ്ണ, ഈ ലോകത്ത് നിന്റെ ലീലകൾ അറിയാത്തത് ആർക്കാണ് കൃഷ്ണ? നിന്റെ ലീലകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാകട്ടെ. ആഹാ, എത്ര മനോഹരമായ പുഷ്പാദങ്ങൾ. കൃഷ്ണ, എത്ര നേരമാണ് നിന്റെ ഈ പുഷ്പാദങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എടോ ഭക്ത, ഇങ്ങോട്ട് വാ. എന്താ കൃഷ്ണ? എനിക്കൊരു ആഗ്രഹം. കടഞ്ഞ വെണ്ണ കട്ടു തിന്നണമെന്നാണോ കൃഷ്ണ? അത് കുഞ്ഞായിരുന്നപ്പോഴല്ലേ. ഇപ്പൊ ഞാൻ വളർന്ന് മുതിർന്നതായില്ലേ. അതെ. ഞാൻ പശുവായിരുന്നപ്പോ എനിക്ക് പുല്ലും പിണ്ണാക്കും തന്നെ വളർത്തി. ഇപ്പൊ ഞാൻ മനുഷ്യനായില്ലേ. അധ്വാനിച്ച് വേണം ജീവിക്കാൻ. എന്താ എന്താ കൃഷ്ണ, ഞാനുള്ളപ്പോ നീ ജോലി ചെയ്ത് ആഹാരം കഴിക്കാവുന്നോ? തന്റെ കണ്ണിൽ മാത്രമാണ് ഞാൻ ഭഗവാൻ, അല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ ഞാൻ മനുഷ്യനല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു ജോലി വാങ്ങിച്ചതാ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. വേണ്ട കൃഷ്ണ, വേണ്ട. നിനക്കൊരു ജോലിയല്ലേ വേണ്ടത്? നാളെ തന്നെ എന്റെ മുതലാളിയോട് പറഞ്ഞ ഞാൻ നിനക്കൊരു ജോലി വാങ്ങിത്തരും. അളിയാ, എല്ലാവർക്കും നല്ലത് വരണം എന്നാണ് ഞാൻ പറയുന്നത്. വാവാടപ്രായത്തിൽ നിന്ന ഞാൻ കണ്ടപ്പോ ഗുഡ് മോർണിംഗ് മാമ. അദ്ദേഹത്തിന് എവിടെ നേടാ ഗുഡ് മോർണിംഗ്, ബാഡ് മോർണിംഗ്, ഒള്ളി വാട്ടർ മോർണിംഗ് അല്ലേ? അളിയാ, ഒന്നും മിണ്ടായിരിക്കും. എന്താ കാര്യം? ഈ ആഴ്ചയിലെ ലാഭം 7 ലക്ഷം രൂപയാണ്. ആ പൈസ നിന്റെ അച്ഛൻ്റെ കൊടുക്ക്. അളിയാ, ആ പെട്ടി വാങ്ങിച്ചു വയ്ക്ക്. അളിയാ, എന്നെ പറ്റി അളിന് നന്നായിട്ട് അറിയാലോ, ഞാൻ പണം കൈകൊണ്ട് തൊടയില്ലെന്ന്. കോടീശ്വര, ആ പെട്ടി നിന്റെ അമ്മയുടെ കൈ കൊടുത്തിട്ട് നീ പൊയ്ക്കോ. ശരി മാമ. അവൻ കളക്ട് ചെയ്തിട്ട് വരുന്നു 6 7, അതൊന്നും നീ എണ്ണി നോക്കാതെ ഇവിടെ വൈ അവിടെ വൈ എന്നൊക്കെ. ഇതൊന്നും ശരിയാവില്ല. എന്തിനു വേണ്ടിയാ താൻ ജീവിക്കുന്നേ? ആർക്ക് വേണ്ടിയാ താൻ ജീവിക്കുന്നേ? തങ്കരാജ, ഞാൻ ഷൂട്ട് ചെയ്തത് നിന്റെ ഫോട്ടോയിലല്ല, നിന്റെ മകനെ കൊല്ലാൻ ഞാൻ ഒരുക്കുന്ന ചിതയില. യെസ്, അവനെ കൊണ്ടുപോയി വിദേശത്ത് ഒളിപ്പിച്ച അവനെ രക്ഷിക്കാമെന്ന് കരുതിയോ? നോ, നെവർ നെവർ. എന്നെങ്കിലും ഒരു ദിവസം അവൻ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ അവൻ വരുമ്പോ ഈ തോക്ക് കൊണ്ട് തന്നെ അവനെ ഷൂട്ട് ചെയ്തിട്ട് നിന്റെ മുമ്പിലേക്ക് കൊണ്ടിടും ഞാൻ. അപ്പോഴേ എന്റെ ദേഷ്യം തീരൂ. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. യെസ്. ഇവൻ ആരാ മിസ്ത്രി? എന്റെ നാട് എറണാകുളത്താ. എറണാകുളം. പേരെന്താ? പേര് കൃഷ്ണൻ, കൃഷ്ണ മുതലാളി. ഓ, ആരുമില്ലാത്ത പയ്യനാ. ജോലി അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നതാ. ഞാൻ മുതലാളിയോട് പറഞ്ഞ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. ജോലിയോ? കാണാൻ ചെറിയ പയ്യനെ പോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് വളർന്നോളാം ഞാൻ. നാളെയോ? അല്ല, നാളെ. സർ,
ദേവി അത് എനിക്കൊരു ജോലി തരണം. സാറിന്റെ കാലിലെ ചെരുപ്പ് പോലെ ഇരുന്നോളാം. ഇത്രയും വലിയ ചെരുപ്പിട്ടോണ്ട് കിടന്ന് തട്ടി താഴെ വീഴും. ഒടുക്ക ഞങ്ങൾ എടുത്തോണ്ട് പോവേണ്ടി വരും. അയ്യോ അങ്ങനെയല്ല, ചെരുപ്പ് പോലെ പണിയെടുത്തോളാന്ന് പറഞ്ഞു. ചെരുപ്പ് പോലെ പണിയൊന്നും എടുക്കണ്ട, നാൽക്കാലിയെ പോലെ പണിയെടുത്താ മതി. സത്യമായിട്ട് ഒന്ന് ആൾക്കാർ തന്നെയാ. എടോ ഭക്ത, കൃഷ്ണ സത്യമൊന്നും പുറത്തു പറയാൻ പാടില്ല. രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. കൃഷ്ണ കൃഷ്ണ ഉം. മലയാളി ഇവന്റെ ജോലിക്കാര്യം. എസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് ട്രാക്ടർ ഓടിക്കാൻ പറ. ഡ്രൈവിംഗ് ഒക്കെ അറിയാലോ അല്ലേ? അറിയാം സാർ. എന്താ മോനെ, നിനക്ക് ഓടിക്കറിയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇതുപോലെ തന്നെ ഒരുത്ത കണക്കറിയാന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ജോലിക്ക് കയറി. കണക്കെഴുതി മൊത്തത്തിൽ 2,02,000. അതെന്താടെ 2,02,000 ചോദിച്ചു. കാണിക്കേണ്ടതും കൂടെ ചേർത്തെന്നാ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നുമല്ല, നന്നായിട്ട് വണ്ടി ഓടിക്കും. വെരി പക്ഷെ ഗുഡ്. ഓടിക്കുമ്പോ ഉറങ്ങിപ്പോ. ആ. കൃഷ്ണ പിന്നിലെന്താ? രാധ. എന്റെ പേരെ കൂട്ടി മൈ വൈഫ്. ഏ എന്റെ പത്നി. കണ്ട കൃഷ്ണനെ കണ്ടോ? എപ്പോഴും ഭാര്യയുടെ ഓർമ്മയാ. കൃഷ്ണൻ ഈ നാട്ടില് ബന്ധുക്കളായിട്ട് ആരുമില്ല. എവിടെ താമസിക്കണമെന്ന് ആലോചിച്ചു. ഞാൻ ഉടനെ നമ്മുടെ വീട്ടിൽ താമസിച്ചോ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. നിന്റെ അഭിപ്രായം എന്താ? എനിക്കെന്താ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. മുത്തശ്ശ, പ്രായപൂർത്തിയായ പെൺകുട്ടിയുള്ള സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനോ? ചെറുപ്പക്കാരനോ? ആ, ആര്? കൃഷ്ണൻ. കൃഷ്ണനാ? ഏ? ഭഗവാൻ എവിടുന്ന മോളെ പ്രായം? കറക്റ്റ്. കൃഷ്ണ ഉം. ഇത് എന്റെ ചെറിയൊരു സെറ്റപ്പാ. സെറ്റപ്പോ? അപ്പൊ വെറുതെ അല്ല ഇവളെ കാണാൻ എന്ത് ഭംഗി. എന്റെ വീട് ചെറിയ സെറ്റപ്പ് എന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ എന്റെ അതേം പുറത്ത് കിടന്നോളാം, ഭഗവാൻ അകത്ത് കിടന്നോളൂ. എന്താ? ആ അത് ശരിയാവില്ല. ഏ. ഞാൻ എന്റെ ആദ്യം അകത്ത് കിടന്നോളാം. ആ. താൻ വേണമെങ്കിൽ ആ, കൃഷ്ണ. സ്ലിപ്പ് ഓഫ് ടങ്. വത്സനും കുട്ടി അകത്ത് കിടന്നോളൂ. ആ. ഞാൻ പുറത്ത് കട്ടിലില് ആ. ഹാപ്പി ആയിട്ട് ആഘോഷം ആ. നോക്കി കിടന്നോളാന്നാ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ, ആ. അതാണ് ശരി. ആഹാ. രാധ, കൃഷ്ണന് പുറത്ത് കിടക്ക് വിരിച്ചോളൂ. ഉം.